നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ വേരിയേഷൻ ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ദ സർഫസ് ഓഫ് എർത്ത്. സോ സപ്പോസ് ദിസ് ഇസ് അവർ എർത്ത്. ഇവിടെ നമ്മൾ പി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദ സർഫസ്. ഓക്കെ, സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിലുള്ള പോയിൻ്റാണ് പി. ലെറ്റ് ആർ ഇ ബി ദ റേഡിയസ്. ആർ ഇ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സഫിക്സ് ആണ്. റേഡിയസ് ആർ ഇ എന്ന് വിചാരിക്കുക. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് ദിസ് ഹൈറ്റ്? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പി എന്ന പോയിന്റിൽ അല്ലെങ്കിൽ ഒരു മാസ് പി എന്ന പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? അപ്പോൾ നമുക്ക് റിലേഷൻ ജി ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. ഈ റിലേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഈ ഒരു റിലേഷൻ ദാറ്റ് ഗീവ്സ് ദി വാല്യൂ ഓഫ് ജി അറ്റ് എ പോയിന്റ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് ജി ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. നൗ അറ്റ് ഹൈറ്റ് എച്ച്, എച്ച് ഹൈറ്റിൽ ഉള്ള വാല്യൂ നമുക്ക് ജി ഓഫ് എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡിസ്റ്റൻസ്. അതായത് ഹൈറ്റ് എച്ച് ആണ്, പി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ഈ പോയിന്റും സെൻറ്റർ ഓഫ് എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, പോയിന്റ് പിയും സെൻറ്റർ ഓഫ് എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഇ പ്ലസ് എച്ച്. ഓക്കെ, എച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് സർഫസിൽ നിന്നുള്ള ഹൈറ്റാണ്, ഡിസ്റ്റൻസ് ആണ് എച്ച്. ഈ ഡിസ്റ്റൻസ് റേഡിയസും. അപ്പോൾ ആർ ഇ പ്ലസ് എച്ച് ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇതായിരിക്കും അറ്റ് ഹൈറ്റ് എച്ച് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എഴുതുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, ഇ എന്നുള്ളത് സഫിക്സ് ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ ഈ ജി ഓഫ് എച്ച് എന്നുള്ള ഈ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. So you'll get g of h equal to g m e divided by r e square into 1 plus h by r e the whole square. എന്താ ചെയ്താൽ നോക്കൂ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ആർ ഇ എന്നുള്ള ഒരു ടേം പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ ഇ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആർ ഇ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ആർ ഇ സ്ക്വയർ തന്നെ എഴുതണമല്ലോ, കാരണം ഇത് എല്ലാത്തിനും സ്ക്വയർ കോമൺ ആണ്. സോ ആർ ഇ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ആണ്. ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഇ ദ ഹോൾ സ്ക്വയർ. എന്തുകൊണ്ട് എച്ച് ബൈ ആർ ഇ എന്ന് എഴുതി? കാരണം ഇവിടെ എച്ച് മാത്രമേ ഉള്ളൂ, ആർ ഇ എന്നുള്ള ഒരു ടേം ഇല്ല. ഓക്കെ, അപ്പോൾ ആർ ഇ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും കൂടി ചെയ്യാം. സോ എച്ച് ബൈ ആർ ഇ ദ ഹോൾ സ്ക്വയർ. This can be written as g into 1 plus h by r e all raised to minus 2. ഡിനോമിനേറ്ററിൽ ഓൾ സ്ക്വയർ, അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ഇ ഓൾ റേസ് ടു മൈനസ് 2. ഇനി ഈ ഒരു ഇക്വേഷനിൽ സപ്പോസ് എച്ച് മച്ച് ലെസ് ദാൻ ആർ ഇ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് റേഡിയസ് ഓഫ് എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. റേഡിയസ് ഓഫ് എർത്ത് നമുക്കറിയാം വളരെയധികം കിലോമീറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? എച്ച് മച്ച് ലെസ് ദാൻ ആർ ഇ അല്ലെങ്കിൽ എച്ച് ബൈ ആർ ഇ മച്ച് ലെസ് ദാൻ 1. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എച്ച് ബൈ ആർ ഇ മച്ച് ലെസ് ദാൻ 1 എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വി ക്യാൻ യൂസ് ദ ബൈനോമിയൽ എക്സ്പ്രഷൻ. വാട്ട് ഈസ് ദറ്റ് ബൈനോമിയൽ എക്സ്പ്രഷൻ? 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു മൈനസ് 2 equal to 1 minus 2x plus etc. ഓക്കെ, രണ്ട് ടേംസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഒരുപാട് ടേംസ് ഇനിയും ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള ടേംസൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. എന്താ കാരണം? എച്ച് ബൈ ആർ ഇ തന്നെ വളരെ ചെറുതാണ്. 1നെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് ബൈ ആർ ഇ വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ടേംസ്, ക്യൂബ് ടേംസ് ഒക്കെയാണ് ഇനി വരിക. അതൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു മൈനസ് 2 ഈക്വൽ ടു 1 മൈനസ് 2x എന്നുള്ള ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വെർ എക്സ് ഈക്വൽ ടു എച്ച് ബൈ ആർ ഇ. ഓക്കെ, എക്സിന് പകരം എച്ച് ബൈ ആർ ഇ. ഇവിടെ നമുക്ക് നോക്കിയാൽ
1 പ്ലസ് എക്സ് എന്നുള്ള ഫോമിൽ എക്സിന് പകരം h/re. അതിൻ്റെ ഹയർ പവർ ടേംസ് എല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ്, കാരണം h/re വളരെ ചെറുതായതുകൊണ്ട്. സോ ദ ഇക്വേഷൻ ബിക്കംസ്, ഇപ്പം നമുക്കുള്ളത് g ഇൻറ്റു 1 പ്ലസ് h/re ദ ഹോൾ റേസ് ടു -2 ആണ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ദ ഇക്വേഷൻ g of h is equal to g ഇൻറ്റു 1 മൈനസ് 2x 2 into h/re. Okay, g of h means the value of acceleration due to gravity at height h, g of h equal to g into 1 minus 2h/re. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്, വാല്യൂ ഓഫ് g എന്ത് സംഭവിക്കുന്നു, വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് the value of acceleration due to gravity decreases. Okay, for small value of h the value of g decreases by how much factor, 1 minus 2h/re. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, g minus g into 2h/re. അപ്പോൾ മുകളിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ഹൈറ്റ് h the value of acceleration due to gravity is given by g into 1 minus 2h/re, and it means the value of acceleration due to gravity decreases with respect to height. Okay, next we will consider acceleration due to gravity below the surface of earth, അതായത് at a depth, സർഫസിൽ നിന്ന് ഒരു ഡെപ്തിലുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഹിയർ യു ഹാവ് ദ എർത്ത്. ഓക്കെ, എർത്തിൻ്റെ മാസ് m(e) ആണ്, റേഡിയസ് r(e). കൺസിഡർ ചെയ്യുന്ന മാസ് അറ്റ് എ ഡെപ്ത് d ഫ്രം ദി സർഫസ്, സർഫസിൽ നിന്ന് d ഡെപ്തിലുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ പോയിന്റിൽ സപ്പോസ് യു ആർ പ്ലേസിങ് എ സ്മോൾ മാസ് m. സോ ഹിയർ യു ഹാവ് എ സ്മോൾ മാസ് m. ഈ ഒരു മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വാല്യൂ ഓഫ് g എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് മാസ് ഓഫ് ദ എർത്ത് m(e). m(e) എന്നുള്ളത് നമുക്കിങ്ങനെ എഴുതാലോ, മാസസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ് നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ വോളിയം 4/3 πre³ ഇൻറ്റു ഡെൻസിറ്റി റോ. ഓക്കെ, മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിച്ചത്. അപ്പോൾ വോളിയത്തിന് സ്ഫിയറിൻ്റെ വോളിയം 4/3 πre³ ഇൻറ്റു ഡെൻസിറ്റി റോ, അതാണ് മാസ്, ടോട്ടൽ മാസ് ഓഫ് ദ എർത്ത്. ഇനി ഇവിടെ ms എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ഈ ഇന്നർ സ്ഫിയറിൻ്റെ മാസ്സാണ്, സ്മോൾ സ്ഫിയറിൻ്റെ മാസ്. കാരണം നമ്മുടെ ബോഡി ഉള്ളത് d ഡെപ്തിലാണ്, സർഫസിൽ നിന്ന് d ഡെപ്തിലാണ് ഈ ബോഡി വെച്ചിട്ടുള്ളത്, m മാസ്സുള്ള ബോഡി. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ മീൻസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ബോഡി എന്നുള്ളത് ഈ ഔട്ടർ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ പുറത്തെ മാസ് കാരണം ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് 1-2 മെയിൻ പോയിന്റ്സ്. ഒരു സ്ഫെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഷെല്ലിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി എങ്കിൽ ഇറ്റ് എക്സ്പീരിയൻസസ് നോ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അതേപോലെയാണ് ഇവിടെ നമുക്ക് ഈ ടോട്ടൽ എർത്ത് 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. ഒന്ന് ഈ ഔട്ടർ ഷെല്ലും പിന്നെയുള്ളത് ഈ ഇന്നർ സ്ഫിയറും. അപ്പോൾ മാസ് m is situated just outside this inner sphere. അപ്പോൾ there is a force due to this inner sphere. പക്ഷേ this is situated inside this outer shell. ഈ ഔട്ടർ ഷെല്ലിന് ഉള്ളിലാണ് ഈ മാസ് ഉള്ളത്. അപ്പോൾ ഉള്ളിലായിരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ms കണ്ടുപിടിക്കുന്നത്. ms എന്ന് പറയുന്നത് എന്താ, മാസ് ഓഫ് ദിസ് സ്മോൾ സ്ഫിയർ. വാട്ട് ഇസ് ദാറ്റ് ഈക്വൽ ടു, അഗൈൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്താ, 4/3 π ഇൻറ്റു റേഡിയസ്. റേഡിയസ് ഈ ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ്. ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, ടോട്ടൽ റേഡിയസ് ഇതാണ് re. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഡെപ്താണ്. സോ re മൈനസ് d, ഇതാണ് ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ്. ഓക്കെ, re മൈനസ് d, ദിസ് ഡിസ്റ്റൻസ് re മൈനസ് d, അതായിരിക്കും ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ്. സോ 4/3 π re മൈനസ് d ഓൾ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി സെയിം ആണ്. എർത്തിൻ്റെ ഡെൻസിറ്റി യൂണിഫോം ഡെൻസിറ്റി ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ re മൈനസ് d ഓൾ ക്യൂബ് ഇൻറ്റു റോ. നോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ms by me.
വാട്ട് ഇസ് MS by ME? ഈ രണ്ട് മാസ് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ME എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദ എർത്ത് ആണ്. MS എന്നത് ഈ ഉള്ളിലെ ചെറിയ സ്ഫിയറിൻ്റെ മാസ്സാണ്. കാരണം ഈ ഒരു D ഡെപ്തിലുള്ള ചെറിയ മാസ് M കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഇന്നർ സ്ഫിയർ കൊണ്ട് മാത്രമുള്ളതാണ്. ഔട്ടർ ഷെല്ല് അതിന് ഫോഴ്സ് ഒന്നും എക്സേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ MS by ME ഈ ഒരു ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ദിസ് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4/3 പൈ ക്യാൻസൽ ചെയ്യും, റോ ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ളത് എന്താ? RE minus D the whole cube all divided by RE cube. ഓക്കെ, ഇതാണ് MS by ME. Let it be equation number 1. Now consider force on mass M at depth D. മാസ് എമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. Mass is kept at depth D from the surface. Now let it be F of D. F of D എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ ഉണ്ട് GMM by R square അല്ല, GME M by R square. ഇവിടെ GME നമുക്ക് ആവശ്യമില്ല, ടോട്ടൽ മാസ് നമുക്ക് വേണ്ട, ആ ഇന്നർ സ്ഫിയറിൻ്റെ മാസേ വേണ്ടൂ. സോ GMS ഇൻറ്റു മാസ് ഓഫ് ദ ബോഡി M ഡിവൈഡഡ് ബൈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന M മാസുള്ള ബോഡിയും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് RE minus D. സോ GMS M by RE minus D the whole square. Now from 1 we will get MS equal to first equation. ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ നിന്ന് MSനുള്ള ഇക്വേഷൻ എഴുതാലോ. വാട്ട് ഇസ് MS? RE minus D the whole cube divided by RE cube into ME. ഓക്കെ, ഇതിൽ നിന്ന് MSനുള്ള ഇക്വേഷൻ അതാണ് നമ്മളിവിടെ എഴുതിയത്. ME into RE minus D whole cube divided by RE cube. That you can substitute here. Substitute for MS in equation 2. So F of D equal to GM by RE minus D the whole square into MSന് പകരം ME into RE minus D whole cube divided by RE cube. ഓക്കെ, അത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നോക്കൂ, GM by RE minus D whole square into ME into RE minus D whole cube divided by RE cube. ഇവിടെ RE minus D whole square ഉണ്ട്, ഇവിടെ whole cube ഉണ്ട്. അപ്പോൾ whole square ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് GME M ഇൻറ്റു ഇവിടെ ക്യൂബും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് RE minus D ഉണ്ടാവും, ഡിവൈഡഡ് ബൈ RE cube. ഓക്കെ, നൗ വാട്ട് ഇസ് ദാറ്റ്? ജിയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഫോർ ദാറ്റ് വി ഹാവ് ദ റിലേഷൻ F equal to mg or G equal to F by m. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ, G equal to F by m. ആ ഒരു റിലേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. G of D equal to F of D by m. അതിനാണ് ജിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോഴ്സ് എടുത്തിട്ടുള്ളത്. സോ G of D equal to F of D divided by m, or that is GME by RE cube into RE minus D. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തത്, M കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ GME into RE minus D divided by RE cube. ഈ ഒരു ഇക്വേഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാണ്, അതായത് ഒന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക്. G of D equal to GME by RE square into RE minus D divided by RE. അതായത് RE ക്യൂബ് എന്ന് ഡിനോമിനേറ്ററിലുണ്ട്, ഈ ഇക്വേഷനിൽ RE ക്യൂബാണ് ഡിനോമിനേറ്ററിൽ, അത് RE സ്ക്വയർ എന്നും RE എന്നുള്ള രീതിയിൽ എഴുതി. എന്തിനാണ് അങ്ങനെ എഴുതിയത്? GME by RE square is G, ഇത് നമുക്കറിയാം. ഓക്കെ, GME by RE square it is G. ബാക്കിയുള്ളത് RE minus D divided by RE, അതെങ്ങനെ എഴുതാം? RE divided by RE minus D by RE. So you will get G of D equal to G into 1 minus D by RE. G of D equal to G into 1 minus D by RE. What is G of D? This is the acceleration due to gravity at a depth D below the surface. സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് D ഡെപ്തിൽ ഉള്ള വാല്യൂ ഓഫ് G ആണിത്. That is G into, what is G? This G is acceleration due to gravity on the surface of earth into 1 minus D by RE. Now, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ താഴേക്ക് പോകും തോറും
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്താണ് വേരിയേഷൻ വരുന്നത്? ആസ് വി ഗോ ഡൗൺ ബിലോ ദ എർത്ത് സർഫസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ബൈ എ ഫാക്ടർ 1 - d/r. നമ്മൾ താഴേക്ക് പോകുന്തോറും വാല്യൂ ഓഫ് ജി കുറയുന്നു. ഓക്കെ, ബൈ എ ഫാക്ടർ 1 - d/r. സോ നേരത്തെ നമ്മൾ കണ്ട് മുകളിലേക്ക് പോകുന്തോറും വാല്യൂ ഓഫ് ജി കുറയുന്നു, ഇപ്പോൾ താഴേക്ക് പോകുന്തോറും വാല്യൂ ഓഫ് ജി കുറയുന്നു. ആ ഡിക്രീസിങ് ഫാക്ടർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ 1 - d/r ആണ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് കമ്പയർ ചെയ്യാം. സോ ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r, ദാറ്റ് ഈസ് അറ്റ് ഹൈറ്റ് എച്ച്, ഓർ ജി മൈനസ് ജി ഇൻറ്റു 2h/r. അപ്പോൾ ഇതിങ്ങനെ എഴുതി എന്തിനാണെന്ന് വെച്ചാൽ കുറയുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ജി ആണ് സർഫസിലുള്ളത്, മൈനസ് ഒരു ഫാക്ടർ. ഓക്കെ, ജി ഇൻറ്റു 2h/r. അതുപോലെ തന്നെ ജി ഓഫ് ഡി is g into 1 - d/r, that is g minus g into d/r. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കണ്ടാൽ മനസ്സിലാവും. വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് വാല്യൂ ഓഫ് ജി ഡിക്രീസസ്, വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് വാല്യൂ ഓഫ് ജി ഡിക്രീസസ്. അപ്പോൾ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നുണ്ട്. അതുപോലെ തന്നെ സർഫസിൽ നിന്ന് താഴേക്ക് ഡെപ്തിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാണ് ചെയ്യുന്നത്. So, acceleration due to gravity is maximum on the surface of the earth. അല്ലേ, മാക്സിമം ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? എർത്തിൻ്റെ സർഫസിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ജി ഈക്വൽ ടു ജി എം എ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. മാക്സിമം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുക എർത്തിൻ്റെ സർഫസിൽ തന്നെയാണ്. അത് എത്രയായിരിക്കും? ജി എം എ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ. ആൻഡ് ഡിക്രീസസ് ആസ് വി ഗോ അപ്പ് ഓർ ഡൗൺ. അപ്പോൾ സർഫസിനാണ് മാക്സിമം ജി ഉണ്ടാവുക. അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജി കുറയുന്നു, അതുപോലെ തന്നെ താഴേക്ക് പോകുന്തോറും ജി കുറയുന്നു. അപ്പോൾ ഈ വേരിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആൻഡ് ഓൾസോ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്, ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. We will consider the variation in g with respect to height and depth. Okay, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. Along x axis we consider the distance, the 0 means on the surface, then height, depth. Okay, ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുക. So on the surface it is maximum, right, and it decreases as we go down the earth, as 1 - d/r, decreases as we go down the earth. Also it decreases as we go above the earth. മുകളിലേക്ക് പോകുന്തോറും കുറയുന്നു, പക്ഷേ അത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ആ ഒരു കർവ് ലൈക്ക് ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് കൂടുന്നതിനനുസരിച്ച് ഇത് സീറോയിലേക്ക് എത്തുന്നില്ല, പക്ഷേ വളരെ വളരെ കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്. എക്സ് ആക്സിസിന് പാരലലായിട്ടാണ് ഇവിടെ ഈ പാർട്ടിൽ നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. അതേസമയം ഡെപ്തിൽ പോകുമ്പോൾ നോക്കൂ, ഇറ്റ് ബിക്കംസ് 0 അല്ലേ, ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ 0 ആവുന്നുണ്ട്. അതേസമയം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് 0 ആവുന്നില്ല, ബട്ട് ഇറ്റ് ഡിക്രീസസ് ആൻഡ് ബിക്കംസ് വെരി വെരി സ്മോൾ, ഓൾമോസ്റ്റ് 0 ബട്ട് നോട്ട് ഈക്വൽ ടു 0. ഡെപ്ത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഡിക്രീസസ് ആൻഡ് ബിക്കംസ് 0. ഏത് ഡെപ്തിലായിരിക്കും 0 ആവുക? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏത് ഡെപ്തിലായിരിക്കും 0 ആവുക? ഒന്ന് ആലോചിച്ച് നോക്കുക. സർഫസിൽ ഇറ്റ് ഈസ് മാക്സിമം. ഓക്കെ, അറ്റ് ദ സർഫസ് ജി ഈസ് മാക്സിമം. അപ്പോൾ ഇത് ഏത് ഡെപ്തിലാണ് 0 ആവാൻ നോക്കാം. സി ദ സെൻറ്റർ. അറ്റ് ദ സെൻറ്റർ ഡി ഈക്വൽ ടു ആർ ഇ. അറിയാലോ, സെൻറ്റർ ആകുമ്പോൾ ഡെപ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഉള്ള വാല്യൂ നോക്കൂ, ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 - ഡിക്ക് പകരം ആർ ഇ എന്ന് തന്നെ കൊടുക്കാം. ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഇ, ദറ്റ് ഈസ് ജി ഇൻറ്റു 1 - 1 ഈക്വൽ ടു 0. Okay, so g at the center of the earth, acceleration due to gravity at the center of the earth, അതായത് when d equal to radius of the earth എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. So we can write at the center g equal to 0. ഇനി അപ്പോൾ എന്തായിരിക്കും ഫോഴ്സ് ഓൺ എ ബോഡി ഓഫ് മാസ് m or weight at the center of the earth? ബോഡിയുടെ മാസ് അല്ലെങ്കിൽ മാസ് m ആണെങ്കിൽ
ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുക. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ് വെയിറ്റ് എന്ന് പറയുക. അപ്പോൾ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് വാട്ട് ഈസ് ദി വെയിറ്റ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0. എന്താ കാരണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ സെൻറ്ററിൽ ഒരു ബോഡിയുടെ വെയിറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ 2 ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയേഷൻ ഇൻ ജി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത്, 2 ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.